എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജയൻ പ്രഭാകർ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോവിഡിന് മുമ്പ് ഇത് എന്നെക്കൊണ്ടൊരിക്കലും സാധിക്കില്ല എന്ന് ധരിച്ചിരുന്ന ആളായിരുന്നു ഞാൻ. കാരണം ഇത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായിട്ട് വളരെ പരിജ്ഞാനമുള്ള ആളുകൾക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ എന്നായിരുന്നു ഞാൻ ധരിച്ചിരുന്നത്. എന്നാൽ ഒന്ന് പഠിക്കാൻ തയ്യാറായപ്പോൾ വളരെ ഈസി ആയിട്ട് ഇത് ആർക്കും ചെയ്യാൻ, പ്രായഭേദമന്യേ ആർക്കും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്കും വളരെ ഈസി ആയിട്ട് ഡിജിറ്റൽ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉള്ള പ്രോസസ്സ് ഒന്ന് സൂചിപ്പിക്കാം. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. എന്താണ് ഡിജിറ്റൽ കോച്ചിങ്? നിങ്ങൾ ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട്, നിങ്ങളുടെ ഫേവററ്റ് ഏരിയ ഏതാണോ അത് സെലക്ട് ചെയ്തിട്ട് അതിനെ ഒരു കോഴ്സാക്കി ഡെവലപ്പ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് അതിനൊരു ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്യുകയും അതുവഴി ഇൻ്റർനെറ്റ് വഴി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ സെല്ല് ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് ഡിജിറ്റൽ കോച്ചിങ്. ഇതിൻ്റെ പ്രത്യേകത, ഈ പ്രോഡക്റ്റ് വാങ്ങുന്ന ആളുകൾക്ക് അവരുടെ കൺവീനിയൻ്റ് അനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും പഠിക്കാവുന്നതാണ്. എങ്ങനെയാണോ ഈ യൂട്യൂബ് വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നത് അതുപോലെ അവർക്ക് പഠിക്കാവുന്നതാണ്. എന്നാൽ ഇത് വർക്ക് ചെയ്യുന്നത് ഒരു ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലായിരിക്കും. ഓക്കെ, ദെൻ എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്? ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വൺ ടൈം എഫർട്ടാണ്. നിങ്ങൾ ഒരു തവണ ഈ കോഴ്സ് റെക്കോർഡ് ചെയ്താൽ മതിയാവും, പിന്നീട് ഇത് അപ്ഗ്രേഡ് ചെയ്താൽ മാത്രം മതി. വൺ ടൈം റെക്കോർഡിംഗ് കൊണ്ട് നിങ്ങൾക്ക് ലൈഫ് ലോങ് ഇൻകം ഏൺ ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു കോച്ചിങ് സിസ്റ്റത്തിലൂടെ. എന്താണ് ഇതിൻ്റെ സാധ്യത? ഇതിനെന്തെങ്കിലും സാധ്യതയുണ്ടോ? 2025 ഏതാണ്ട് $325 ബില്യൺ ഇതിൻ്റെ ടേൺ ഓവർ എന്ന് ഫേമസ് ആയിട്ടുള്ള മാഗസിൻസായ ഫോബ്സിലൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നത്? ഞാൻ എൻ്റെ ഡിജിറ്റൽ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ റെഡ്മി നോട്ട് 7 എന്ന് പറയുന്ന മൊബൈൽ ഫോണും അതിൻ്റെ ഒരു ഹെഡ്സെറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ഡിജിറ്റൽ കോച്ചിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്കും അങ്ങനെ തുടങ്ങാവുന്നതാണ്. ഇനി അതല്ല, ഒരു അഡ്വാൻസ്ഡ് വേർഷൻ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഇതുപോലൊരു മൈക്രോഫോണ്, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു ക്യാമറ, ഇത് മതിയാവും. ഇത്രയും ടൂൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഡിജിറ്റൽ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏരിയ സെലക്ട് ചെയ്യണം, നമ്മുടെ നിഷ് നമ്മൾ സെലക്ട് ചെയ്യണം. ഏത് സബ്ജക്റ്റാണ് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അത് സെലക്ട് ചെയ്യണം. ധാരാളം ഏരിയാസ് ഉണ്ട്, ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. പ്രോഫിറ്റബിൾ നിച്ചസ് പറയുകയാണെങ്കിൽ ഹെൽത്ത് ആൻഡ് വെൽനസ്, ബ്യൂട്ടി റിലേറ്റഡ്, പേഴ്സണൽ ഗ്രോത്ത്, ബിസിനസ് ഗ്രോത്ത്, മേക്ക് മണി നിഷ്, റിലേഷൻഷിപ്പ്, ടെക്നോളജി, ആർട്സ്, ഈ എൻ്റർടൈൻമെൻറ്റ്, ട്രാവൽ, ഗെയിമിംഗ്, ഡാറ്റ സയൻസ്, ഇങ്ങനെ ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഇതിലേത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഈ ലിസ്റ്റിൽ പറഞ്ഞിട്ടില്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങളുടേതായ ഐഡിയയിൽ നിങ്ങൾക്ക് ഏത് ഏരിയ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു നിഷ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സ്പെസിഫൈ ചെയ്ത് വേണം ഒരു മൈക്രോ നിഷ് ഡെവലപ്പ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹെൽത്ത് ആൻഡ് വെൽനെസ്സിലെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. വെയ്റ്റ് മാനേജ്മെൻറ്റ് ഫോർ വിമൻസ്, ഒരു നാരോ, നിങ്ങളുടെ നിഷ് വളരെ നാരോ ആക്കി നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ട് അതിനെ സോൾവ് ചെയ്യുന്ന ഒരു കോഴ്സ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. ഇപ്പോൾ വെയ്റ്റ് മാനേജ്മെൻറ്റ് ഫോർ ലേഡീസ്, ആ ഒരു കോഴ്സ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. ഞാനൊരു എക്സാമ്പിളാണ് പറഞ്ഞത്. ഡെവലപ്പ് ചെയ്തതിന് ശേഷം അതിനെ നിങ്ങൾ റെക്കോർഡ് ചെയ്തെടുക്കുക. ഓക്കെ, ഒരു വീഡിയോ കോഴ്സാക്കി റെക്കോർഡ് ചെയ്യുക. നെക്സ്റ്റ് പ്രോസസ്സാണ്. അതിനുശേഷമുള്ളത് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു നെയിം, ഒരു ഡൊമൈൻ നെയിം നിങ്ങൾ സെലക്ട് ചെയ്യുക.
വെബ്സൈറ്റ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു നെയിം സെലക്ട് ചെയ്യുക. അതിനുശേഷം LMS ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് നിങ്ങളുടെ ഈ കോഴ്സിനെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ധാരാളം പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ബെസ്റ്റ് പ്ലാറ്റ്ഫോം ടീച്ചബിളാണ്. ബെസ്റ്റ് പ്ലാറ്റ്ഫോം ഞങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ടീച്ചബിളാണ്. അതുകൂടാതെ നിങ്ങളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം. ഫസ്റ്റ് നിങ്ങളുടെ പേഴ്സണൽ നെയിമിലൊരു വെബ്സൈറ്റ് ഉണ്ടാവണം. അതുകൂടാതെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം. ഈ ഹെൽത്താണ് നിങ്ങൾ എടുത്തെങ്കിൽ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു നെയിം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിൽ വേണം ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഹെൽത്ത് ഫിറ്റ്നസ് അക്കാഡമി അങ്ങനെ എന്തെങ്കിലും, ഇപ്പോൾ ഹെൽത്ത് റിലേറ്റഡ് ആണെങ്കിൽ ഹെൽത്ത് ഫിറ്റ്നസ് അക്കാഡമിയോ അങ്ങനെ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു വേർഡ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾ ബിൽഡ് ചെയ്യണം. അതിനൊരു വെബ്സൈറ്റ്, കമ്മ്യൂണിറ്റിയിലൊരു വെബ്സൈറ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. ഈ കമ്മ്യൂണിറ്റി വെബ്സൈറ്റിനെ നിങ്ങൾക്ക് LMS നിങ്ങളുടെ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റവുമായിട്ട് ലിങ്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ സെല്ലിങ്ങിലേക്ക് കിടക്കുകയാണ്. അതിനു മുമ്പായിട്ട് നിങ്ങളുടെ സൈറ്റിലേക്ക് നിങ്ങൾ ട്രാഫിക് ജനറേറ്റ് ചെയ്യണം. ട്രാഫിക് ജനറേഷൻ ചെയ്യണം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം. യൂട്യൂബ്, അതുപോലെ ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ, ട്വിറ്റർ, ഏത് പ്ലാറ്റ്ഫോം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾ അതിലേക്ക് പബ്ലിഷ് ചെയ്യുക. അതുവഴി നിങ്ങൾ ലീഡ്സ് ജനറേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഓഡിയൻസിനെ, നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് കാണുന്ന ആളുകളെ നിങ്ങളുടെ ലൈവ് വെബിനാറിലേക്ക് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുക. നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് കണ്ട് രജിസ്റ്റർ ചെയ്യുന്ന ആളുകളെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈവ് വെബിനാറിലേക്ക് ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്. ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു ലൈവ് സെഷനിലൂടെ ഈസി ആയിട്ട് സെയിൽസ് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് വെബിനാറുണ്ട്. മുൻപേ തയ്യാറാക്കി റെക്കോർഡ് ചെയ്ത പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് ലൈവ് ഫ്ലോ നിങ്ങൾക്ക് സെല്ല് ചെയ്യാവുന്നതാണ്. വൺസ് നിങ്ങൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് TWCGO. എങ്ങനെയാണ് മണി മാനേജ് ചെയ്യുന്നത്, അത് അടുത്ത ഘട്ടമാണ്. T for tax, W for wealth, C for charity, G for general and O for operation. ഇതൊരു പ്രിൻസിപ്പിളാണ്. ഇത് പഠിക്കേണ്ടതായിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിലുള്ള വീഡിയോകളിൽ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതാണ്. എന്തായാലും ഇത്രയും സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കൊരു ഡിജിറ്റൽ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങളൊരു ട്രെയിനർ ആവണമെന്നൊരു നിർബന്ധവുമില്ല. നിങ്ങൾ ഒരു ട്രെയിനർ ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഫ്രം ദി സ്ക്രാച്ച് നിങ്ങൾക്ക് ഡിജിറ്റൽ കോച്ച് ആവാനായിട്ട് സാധിക്കും. ഒരു ഡെഡിക്കേഷൻ, ഒരു അർപ്പണ ബോധത്തോടുകൂടി ഒന്ന് പഠിക്കാൻ തയ്യാറായാൽ മാത്രം മതി. എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഞാൻ ഈ സിസ്റ്റത്തിലേക്ക് വന്നത് ഇൻ്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ഹബ്ബ് എന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ ഞാൻ മെമ്പറാണ്. ഞാൻ സിദ്ധാർത്ഥ് രാജശേഖർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ യൂട്യൂബ് ക്ലാസ്സുകൾ കേൾക്കുകയും അതുവഴിയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് കടന്നു വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, 2018 സിദ്ധാർത്ഥ് രാജശേഖർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഓൺലൈൻ കോഴ്സ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തത് ഫ്രീഡം ബിസിനസ് മോഡൽ. ഓക്കെ, 2018 റെക്കോർഡ് ചെയ്ത ആ കോഴ്സിലൂടെ അദ്ദേഹം ഇന്ന് ഏതാണ്ട് 27 മാസം കഴിയുമ്പോൾ ഏതാണ്ട് 18 കോടി രൂപയോളം സമ്പാദിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഏതാണ്ട് 11,000-ഓളം സ്റ്റുഡൻസ് ആയിക്കഴിഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഓൾ ഓവർ ദി വേൾഡ്. അതിനകത്ത് 100 കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ചു കഴിഞ്ഞു. അതുകൂടാതെ 1 കോടിക്ക് മുകളിൽ ഏൺ ചെയ്ത ഏതാണ്ട് 15 വ്യക്തികളോളം ഓൾറെഡി ആ കമ്മ്യൂണിറ്റി ആയിക്കഴിഞ്ഞു. വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഞാനൊരു സിദ്ധാർത്ഥിൻ്റെ സ്റ്റുഡൻ്റായിട്ട് മാറിയതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം ലോകത്തെ വലിയൊരു മാറ്റം ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ്, ക്രിയേറ്റ് ചെയ്ത വ്യക്തിയാണ് സിദ്ധാർത്ഥ് രാജശേഖർ. ഞാനിതിൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അദ്ദേഹത്തിൻ്റെ ഫ്രീഡം ബിസിനസ് മോഡലിൻ്റെ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങളൊന്ന് ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുക, ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. ഒന്നും നഷ്ടപ്പെടാനില്ല. താല്പര്യമുണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക. വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. ഇന്ന് ഡിജിറ്റൽ കോച്ചിങ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഇൻ്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ഹബ്ബ്. ഞാൻ നിങ്ങളെ ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ വേണ്ടപ്പെട്ട വ്യക്തികളിലേക്ക്, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. ഇതിൻ്റെ കൂടുതൽ വീഡിയോസ്, ഓൺലൈൻ കോച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വരും. എല്ലാ ആഴ്ചയും ഞാൻ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഒരു ഡിജിറ്റൽ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.